തോക്കുകളുമായി സ്റ്റേഷനകത്തേക്ക് ഇരച്ചെത്തിയ പട്ടാളക്കാർ ആദ്യം പാറാവുകാരന്റെ തോക്ക് പിടിച്ചുവാങ്ങി ദൂരെ എറിഞ്ഞ ശേഷം ഓപ്പറേഷൻ നേമം പോലീസ് സ്റ്റേഷൻ തുടങ്ങി. അകത്തേക്ക് കയറിയ പട്ടാളക്കാർ ടെലിഫോൺ നിലത്തടിച്ചു തകർത്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് ലോക്കപ്പിന്റെ താക്കോൽ ചോദിച്ചെങ്കിലും കൊടുക്കാൻ അയാൾ വിസമ്മതിച്ചു. തോക്ക് ചൂണ്ടിയപ്പോൾ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ താക്കോൽ കൊടുത്തു. ലോക്കപ്പ് തുറന്ന പട്ടാളക്കാർ ബൊപ്പയ്യയെ കൊണ്ടുപോയി. ഇതിനിടയിൽ പട്ടാളക്കാർക്ക് അറിയേണ്ടിയിരുന്നത് SI സോമശേഖരൻ നായർ എവിടെയാണ് എന്നുള്ളതായിരുന്നു. പോലീസുകാർക്ക് അപകടം മനസ്സിലായി. അതിലൊരാൾ പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് മതിൽ ചാടി ക്വാർട്ടേഴ്സിന്റെ ഭാഗത്തേക്ക് പോയി. SI സോമശേഖരൻ നായർ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നേയില്ല. പോലീസുകാരൻ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ പുറത്തേക്കിറങ്ങിയ SIക്ക് സംഗതി പന്തിയല്ലെന്ന് മനസ്സിലായി. മതിൽ ചാടി രക്ഷപ്പെട്ട അദ്ദേഹം കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിലെ കോഴിക്കൂട്ടിൽ കയറിയിരുന്ന് നേരം വെളുപ്പിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നു. എല്ലാം കഴിഞ്ഞ് പട്ടാളക്കാർ മടങ്ങിപ്പോയപ്പോൾ ആന കയറിയ കരിമ്പിൻകാട് പോലെയായി കഴിഞ്ഞിരുന്നു അത്രേ നേമം പോലീസ് സ്റ്റേഷൻ.